ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 2-3 ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ചയിൽ വരുന്ന ഒരു വിഷയമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പല ഉദ്യോഗാർത്ഥികളും പേഴ്സണലിയും ഒഫീഷ്യലൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടൈപ്പിസ്റ്റ് എലിജിയസ് നിയമനങ്ങൾ നിർത്തലാക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരാണ്. നമ്മൾ ഇത് എങ്ങനെ അഫക്ട് ചെയ്യും, അതുപോലെ OA മെയിൻസ് പരീക്ഷ നടക്കുമോ, അതുപോലെ നമ്മുടെ എലിജിയസിന്റെ പ്രൊഫൈലിൽ നമ്മുടെയൊക്കെ മെസ്സേജ് വന്ന് ഷോർട്ട് ലിസ്റ്റിനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികള്, അവരുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ഇതൊക്കെ വെറുതെ ആകും. ഒരുപാട് ആശങ്ക നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇത് ഈ അടുത്തിടയ്ക്ക് വന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്ന ഒരു ന്യൂസാണ്. ചെലവ് ചുരുക്കേണ്ട, നിയമനവും വേണ്ട. മറ്റു വകുപ്പുകൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ, ടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ് നിയമനങ്ങൾ വേണ്ട. KCBയിൽ അടക്കം ക്യാഷ് കൗണ്ടർ പൂട്ടും. വാഹനങ്ങൾ അത്യാവശ്യത്തിന് മാത്രം, കരാർ ഡ്രൈവർമാരെ ഒഴിവാക്കണം എന്നിങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എലിജിയസ്, അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പിസ്റ്റ്, ഈ പോസ്റ്റുകൾ നിർത്തലാക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നമ്മുടെ ഈ എലിജിയസിന്റെ ഈ ഓഫീസ് ബേസ് ചെയ്തിട്ടുള്ള ഓഫീസുകളിലൊക്കെ ഇനി എലിജിയസ് നിയമനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് എലിജിയസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതുപോലെ എക്സാം വന്നു, മെസ്സേജുകൾ വന്നു. അപ്പൊ അതെന്താണ് ഇങ്ങനെ ഒരു തീരുമാനം ഇതിന്റെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് പറയുന്നുണ്ട് അത്യാവശ്യ സമയങ്ങളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കാമെന്നും ഒരു ന്യൂസ് വന്നു. അപ്പൊ ഇതിനെതിരെയൊക്കെ കുറെ ആളുകൾ, നമ്മുടെ NGO യൂണിയനും ഒക്കെ ഇതിനെതിരെയൊക്കെ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, ഈ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന രീതിയിൽ കംപ്ലൈന്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിലവിലുള്ള ലിസ്റ്റുകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ LDCക്കും നമുക്ക് ഇത് തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഇനിയും നിയമനങ്ങളില്ല, അത്യാവശ്യ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ വെക്കാം എന്ന രീതിയിൽ ഒരു തീരുമാനം LDCക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ വന്നിരിക്കുന്ന ലോവറിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്ന ടൈപ്പിസ്റ്റ് എലിജിയസും ഒക്കെ. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഇനിയും എലിജിയസ്, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ്, അതായത് സെക്രട്ടേറിയറ്റ് OA എന്നുള്ള നോട്ടിഫിക്കേഷനുകളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പൊ ഉള്ള വന്ന നോട്ടിഫിക്കേഷൻ, PSC വിട്ടു, ഒരു നോട്ടിഫിക്കേഷൻ വിട്ടു. അപ്പൊ അതിനകത്തില് നിയമനം നടക്കും എന്ന് വെച്ച് ബൾക്കായിട്ടുള്ള നിയമനം നടക്കില്ല. അതായത് വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും PSC വിടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരതിന്റെ സ്റ്റെപ്പുകൾ ഇൻഡയറക്ട്ലി തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ LDC ആണെങ്കിലും അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് വിട്ടു, എന്നിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ആളുകളെ എടുത്തു. അതേപോലെ നമ്മുടെ LGSന്റെയും ഷോർട്ട് ലിസ്റ്റ് വന്ന്, നമ്മുടെ മെസ്സേജ് വന്നതിന് ഷോർട്ട് ലിസ്റ്റ് ഇടും. അത് വളരെ ചെറിയൊരു ലിസ്റ്റ് ആയിരിക്കും. സെക്രട്ടേറിയറ്റ് ഓർഡർ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നുണ്ട്, മെയിൻസ് എക്സാമും നടത്തും, അതും വളരെ ചെറുതായിരുന്നു. ആ ചെറിയൊരു ലിസ്റ്റ് എടുക്കും, അതിനകത്ത് നിന്ന് കുറച്ച് ആളുകളെ എടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു നിയമനം, ആ ഒരു പോസ്റ്റിലേക്ക് ഒരു നിയമനമോ ഒരു നോട്ടിഫിക്കേഷനോ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഇങ്ങനെ ഒരു തീരുമാനമൊന്നും മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട്, ഇപ്പൊ LGS ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന് എത്ര സന്തോഷത്തിലാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഇരിക്കുന്ന മെസ്സേജ് വന്നതും. പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ അത്ര എഫേർട്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടാകും, എന്താകും ഏതാകും എന്ന്. ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ പറഞ്ഞില്ലേ, ഈ അടുത്തൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേ വേണ്ട. ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ വന്ന പ്രൊഫൈൽ മെസ്സേജ്, അല്ല ഷോർട്ട് ലിസ്റ്റ്, അതിൽ നിന്നൊക്കെ കുറച്ച് നിയമനങ്ങളൊക്കെ നടത്തും. ഒറ്റയടിക്ക് സ്റ്റെപ്പ് കട്ട് ചെയ്ത് കളയത്തില്ല, കുറച്ച് കുറച്ച് കുറഞ്ഞ്. പക്ഷെ ഇനിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത തീരെ കുറവാണ്. അപ്പൊ ഇതാണ് ഇതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പൊ ഇനിയുള്ള പരീക്ഷകളൊക്കെ പെട്ടെന്ന് എഴുതിയെടുക്കാം. മേ ബി ഇനി അടുത്തത് അവര് തൊടാൻ പോകുന്നത് നമ്മുടെ LDCയിലേക്കായിരിക്കാം.